നിങ്ങളുടെ മകള് പേപ്പട്ടി കടിക്കുന്നു. അപ്പം ഞാൻ അവളുടെ കാമുകനെ കടിക്കുന്നു. അപ്പം ഞാൻ ചിരിച്ച് ഇങ്ങനെ അറിയാണ്ട് ചിരിച്ചു പോയി. കാരണം ഞാൻ ആ ചിരിച്ചത് ഭയങ്കര പ്രശ്നമായി. എന്നെ രാവിലെ ഇരുത്തിയിട്ട് വൈകിട്ട് 7 മണി വരെ ഞാനൊരു സീനും ചെയ്തിട്ടില്ല. ഞാനവിടെ ഇരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ദേഷ്യം ഉള്ളിലുണ്ടത്. പടത്തിൻ്റെ പേര് പറയുന്നില്ല, പടം ഇറങ്ങുകയൊക്കെ ചെയ്തു, പക്ഷെ ഒന്നും ആയില്ല. ഒറ്റ രാവിലെ വന്നു, ഉച്ച കഴിഞ്ഞ് പോയി പടം. അത് ഞാൻ ഇതുപോലെ തന്നെ ഒരു ഷൂട്ടൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിരിക്കുക. ഇങ്ങനെ എറണാകുളത്ത് വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുറച്ച് ആൾക്കാർ. ഞാൻ ഇങ്ങനെ വന്നിരിക്കുന്ന സമയത്ത് എന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് ചോദിച്ചു, ചേച്ചി ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു, പ്രൊഡക്ഷൻ കൺട്രോളർ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്തുണ്ട്. ഞാൻ വന്നു. ചേച്ചി ഒരു പടത്തിൽ അത്യാവശ്യമായിട്ട് അമ്മ വന്നില്ല, അതുകൊണ്ട് ചേച്ചി ഒന്ന് കയറി വരുമോ? അപ്പം ഞാൻ വെറുതെ പറഞ്ഞു, എനിക്ക് പോകാൻ മടിയായിട്ട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര പൈസ തന്നാൽ വരാമെന്ന് പറഞ്ഞു. ഞാൻ പൈസ ഇത്ര കൂട്ടി പറഞ്ഞു. എന്നിട്ട് അപ്പം പറഞ്ഞു, അയ്യോ ചേച്ചി അത്രയും പൈസ. ഞാൻ പറഞ്ഞു, അത് തന്നാൽ വരാനില്ല, എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് ഞാനൊക്കെ എടുത്തു. കാരണം ഞാൻ ഷൂട്ട് കഴിഞ്ഞ് വന്നിട്ടേ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ടുണ്ട്, ചേച്ചി റെഡിയാവുമോ? നമ്മുടെ ഇവിടെ തന്നെ എറണാകുളത്ത് തന്നെ ഷൂട്ട്, വണ്ടി വരും, പൈസ തരാം ചേച്ചി പറഞ്ഞു. അപ്പം ഞാൻ വെച്ചാൽ അവർക്ക് അത്ര ആവശ്യമായിട്ടായിരിക്കും നമ്മളല്ലേ, പിന്നെ ഇത്രയും പൈസ നമ്മളെ കൊണ്ടുപോകില്ല. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അവിടെ കുറേ ജാഫർ ഇടിക്കുണ്ട്, വേറെ സുബ്ബമ്മയുണ്ട്, നമ്മുടെ മറ്റേ സജി പറവൂർ അവരുണ്ട്, പിന്നെ കുറേ ആർട്ടിസ്റ്റൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ചെല്ലുമ്പോൾ ഇവരൊക്കെ ചിരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ട്. വന്നല്ലോ ഒരാളും കൂടെ എന്ന് പറയുമ്പോൾ ഞാൻ ചെന്താ. അപ്പം അവിടെ ഞാൻ ചെല്ലുമ്പം ഡയറക്ടർ ഒരു നല്ല ഹൈറ്റൊക്കെ തൊപ്പിയൊക്കെ വെച്ചിട്ട് ഒരാളിങ്ങനെ ഇരിക്കുന്നു. ഞാൻ ചോദിച്ചു, ദൈവമേ ഇത് സ്കൂൾ ഓഫ് ഡ്രാമയൊക്കെ ആയിരിക്കും, പഠിച്ചു വന്നായിരിക്കും. എനിക്ക് ഉള്ളിൽ ടെൻഷനായി, നമ്മളിനി എങ്ങനെ. അപ്പം എന്നോട് വരാൻ പറഞ്ഞു, എന്നെ കൊണ്ടുവന്നു. ഞാൻ ഇവിടെ ഒന്ന് ഇരിക്കാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇരുന്നു. എന്താ പറഞ്ഞാൽ, നിങ്ങൾ ഇന്ന് വരെ ജീവിതത്തിൽ ചെയ്യാത്തൊരു കഥാപാത്രമാണ് ഇത് ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാൻ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് കേൾക്കുക. അതായത് നിങ്ങളുടെ മകള് പേപ്പട്ടി കടിക്കുന്നു. അപ്പം ഞാൻ അവളുടെ കാമുകനെ കടിക്കുന്നു. അപ്പം ഞാൻ ചിരിച്ച് ഇങ്ങനെ അറിയാണ്ട് ചിരിച്ചു പോയി. കാരണം ഞാൻ ആ ചിരിച്ചത് ഭയങ്കര പ്രശ്നമായി. കാരണം ചിരിച്ചു. അപ്പം എന്നോട് നിങ്ങളെന്ത് ഇത്ര സീരിയസ് മാറ്റർ പറയുമ്പോൾ ചിരിക്കുന്നത്? ഞാൻ പിന്നെ അതല്ല സാർ, ഇങ്ങനെ പേപ്പട്ടി അടിച്ച് അവൾ അങ്ങോട്ടും കടിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ച. ഡോക്ടറെ കാണിച്ച് അപ്പം അത് അദ്ദേഹത്തിന് വലിയ ഇഷ്ടമായില്ല. അപ്പം എന്നോട് പറഞ്ഞു, ഇതാണ് ഇത്, അങ്ങനെ പരസ്പരം കൂട്ടക്കടിയാണ് അവിടെ നടക്കുന്നത്. അപ്പം ഞാൻ ശരി സാർ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. ഞാൻ കഥ കേട്ട് അങ്ങോട്ട് ചെല്ലുമ്പം അവിടെ ഇരുന്നേരം വിളിച്ച് കഥ കേട്ടാ. ഞാൻ പറഞ്ഞു, കേട്ട് ഇതെന്ന് ഇങ്ങനത്തെ കഥ എന്ന് ഞാൻ ചിരിച്ചപ്പോൾ അവർ ചേച്ചി കഥയെ കുറിച്ചൊന്നും വലുതായിട്ട് അന്വേഷിക്കേണ്ട, പേയ്മെൻ്റ് ഒക്കെ കിട്ടില്ല ഇവിടെ ഇരുന്നോ. അപ്പോൾ പാവം പ്രൊഡ്യൂസർ, നല്ലൊരു മനുഷ്യൻ, പുള്ളി ഒരു കമ്മത്ത. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും. അപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, കഴിക്കാൻ എന്ത് വേണം? അപ്പോൾ ഇവരവിടെ പറഞ്ഞു വെച്ചു, തമാശ പറഞ്ഞു വെച്ചു, അവർ മസാല ദോശ തിന്നുള്ളൂ, വട വേണം കൂടെ നിർബന്ധമാണെന്നൊക്കെ ഇവർ കളിയാക്കി പറഞ്ഞു വെച്ചു. പുള്ളി മസാല ദോശയും വടയൊക്കെ. ഞാൻ പറഞ്ഞു, എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എന്ത് കിട്ടിയാലും കഴിക്കും ഞാൻ, ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞ് എന്നെ രാവിലെ ഇരുത്തിയിട്ട് വൈകിട്ട് 7 മണി വരെ ഞാനൊരു സീനും ചെയ്തിട്ടില്ല. ഞാനവിടെ ഇരിക്കുകയാണ്. കാരണം പുള്ളിക്ക് ദേഷ്യം ഉള്ളിലുണ്ടത്. ആകെ കേൾക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കുഞ്ഞു റൂമിൻ്റെ ഉള്ളിൽ, പറയാൻ പാടില്ല, കടിക്കൂ, ഈ ശബ്ദം മാത്രം പുറത്തേക്ക് കേൾക്കുന്നുണ്ട്. അപ്പം ഞങ്ങൾ പുറത്തിരുന്ന് ഇങ്ങനെയൊന്നല്ല, വേറെയും കുറേ വാക്കുകളുണ്ട്. വാക്കുകൾ മാത്രം ഇങ്ങനെ വരുമ്പം നമുക്കത് ഭയങ്കരമായിട്ട് ഇത് എന്ത് വൃത്തിയുടെ വിളിച്ചു പറയാമെന്ന് തോന്നിക്കൊണ്ട്. പക്ഷെ ഒന്നുമല്ല, പുള്ളി പേപ്പട്ടി അടിച്ചതാണ് പറയുന്നത്. പക്ഷെ പുള്ളി മൈക്കിൻ്റെ ആവശ്യമില്ല, ആ റൂമിൽ പുള്ളിക്ക് സ്വന്തം പറയാവുന്നേ ഉള്ളൂ. ഇത് കേട്ട് ചിരി. അവസാനം എൻ്റെ സീനായി, എന്നെ വിളിച്ചു. ഞാൻ വന്നു. എനിക്കാണെങ്കിൽ അപ്പോഴത്തെ എനിക്കും ഞാൻ അപ്പം എന്നോട് നിങ്ങൾ ഓടിച്ചെന്നിട്ട് കതക് തള്ളി തുറന്നിട്ട് പറയണം, കടിക്കല്ലേ മോളെ കടിക്കല്ലേ എന്ന് പറയണം. എനിക്ക് സത്യം പറയട്ടെ, ഒരു 10-15 പ്രാവശ്യമെങ്കിലും ആ ഷോട്ട് എടുത്തു. കാരണം ഞാനിങ്ങനെ ചെന്ന് തുറക്കുമ്പോൾ തന്നെ എനിക്കിത് കാണുമ്പോൾ തന്നെ കടിക്കല്ലേ മോളെ കടിക്കൽ, കരഞ്ഞുകൊണ്ട് പറയാൻ പറ്റാണ്ടായി. പിന്നെ അവസാനം ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് കടിക്കല്ലേ മോളെ കടിക്കല്ലേ എന്ന് പറഞ്ഞിട്ടെടുത്തത്. അങ്ങനത്തെ പടങ്ങൾ. എന്നിട്ട് ലാസ്റ്റ് പോരുമ്പം ഒരു കവറിൽ പൈസ തന്നപ്പം എനിക്ക് സത്യം പറഞ്ഞാൽ സങ്കടം തോന്നി. ഞാൻ ആ പ്രൊഡ്യൂസറോട് പറഞ്ഞു, ഇത് മുഴുവനും എനിക്ക് വേണമെന്നില്ല, കാരണം വെച്ചാൽ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇതിൽ, ആകെ കൂടി ആ കടിക്കല്ലേ എന്നുള്ളൊരു വാക്കേ പറഞ്ഞിട്ട് ഞാൻ. അപ്പം കൺട്രോളർ പറഞ്ഞു, ചേച്ചി അത് വാങ്ങിക്കൊണ്ട് പോകും, ചേച്ചിക്ക് അല്ലെങ്കിൽ വേറൊരാൾക്ക് ഇത് കൊടുക്കും, വാങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പൈസ വാങ്ങിക്കൊണ്ട് വരുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമത്തോടു കൂടി വാങ്ങിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരു പടവും ചെയ്തിട്ടുണ്ട്. ഇറങ്ങി സങ്കടമായി. ഞാനത് കാണാനായിട്ട് ഒരു ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വിചാരിച്ചു. വൈകുന്നേരം പോകാൻ നോക്കുമ്പോൾ പടം തീർന്നു, അവിടെ ഇല്ല. ഉച്ച കഴിഞ്ഞപ്പോൾ മാറ്റി. അയ്യോ കടി. എന്നാൽ ആ ഡയറക്ടറുടെ തലയോടൊപ്പം വെച്ച് അങ്ങനെയുള്ള പടങ്ങളും ചെയ്തിട്ടുണ്ട് ഞാൻ. സ്കൂൾ ഓഫ് ഡ്രാമ ആയിരുന്നോ? അറിയില്ല. അയാൾ പിന്നെ വേറെ പടം ചെയ്തിട്ടുണ്ടാവുമോ?
ഇല്ലില്ല, വേറെ ഒന്നും ചെയ്തത് എനിക്കറിയില്ല, വേറെ ചെയ്തതായിട്ട് അറിയില്ല. അങ്ങനെ അങ്ങനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞേ, നമ്മളിപ്പം നല്ല വലിയ പടങ്ങളെ ചെയ്യുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നമ്മൾ പടങ്ങൾ വരുമ്പോൾ നമ്മളെ വിളിക്കുന്ന പടങ്ങൾ പോയി ചെയ്യും. ഇങ്ങനെയുള്ള അബദ്ധങ്ങളും പറ്റാറുണ്ട് അല്ലേ? അങ്ങനെ ചെയ്യാറുണ്ട്. പൈസയ്ക്ക് വേണ്ടി മാത്രം ചെയ്ത് ഇല്ല, അങ്ങനെ നമ്മൾ പൈസക്കായിട്ട് പോയിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല. അത് വാങ്ങിയത് ഈ ഒരു പടം മാത്രമേ ഉള്ളൂ പൈസക്കായിട്ട്. ഈ പാവം പിടിച്ച പ്രൊഡക്റ്റ് ഇതുപോലെ ചേച്ചി പറഞ്ഞ പോലെ ഞാൻ അത് അന്വേഷിച്ചറിയാം. ഞാൻ ഇഷ്ടംമാതിരി പടങ്ങൾ ഇപ്പം പൈസ കുറവുണ്ടെങ്കിലും അത് അറിയണം, നമ്മൾ കുറവാണെന്നറിയണം. ചിലർ വെറുതെ നമ്മളെ ഇതാക്കുമല്ലോ. അല്ലാതെ ഇപ്പം ഇത്തിരി ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ നമ്മൾ ആ പടത്തിൽ ചെയ്തു കൊടുത്തിട്ടുണ്ട്, സഹായമായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല വേഷങ്ങൾ കിട്ടുവാണെങ്കിൽ പൈസക്ക് കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യും അല്ലേ? ചെയ്യുന്നു. എങ്കിലും ഈ പറയുന്ന ഇത്രയൊക്കെ പടങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ സംതൃപ്തിയാണ് ഈ കൊള്ളാം, എനിക്ക് നല്ല വേഷം കിട്ടി എന്ന് ചിന്തിക്കുന്ന പടമായിരിക്കും പറയാൻ പറ്റില്ല. അത് കുറേ പടമുണ്ട്, ഒരു പടമായിട്ട് പറയാൻ പറ്റത്തില്ല. അതെനിക്ക് എനിക്ക് ഇപ്പം ഈ പറഞ്ഞ പോലെ മീശമാധവൻ, കസ്തൂരിമാൻ തൊട്ട് തുടങ്ങുന്ന പടങ്ങളൊക്കെ റൺവേ എടുത്തു കഴിഞ്ഞാൽ ഇഷ്ടംമാതിരി പടങ്ങളാണ് അങ്ങോട്ട് വരുന്നത്. പിന്നെ എന്നെ ഷാജി സാറിൻ്റെ പടമാണെങ്കിൽ വെറൈറ്റി വേഷങ്ങളാണ് ചെയ്തത്. അതിലൊക്കെ ഞാൻ മറ്റേ മന്ത്രിയുടെ PA ഒക്കെ ആയിട്ടൊക്കെ ഉള്ള വേഷങ്ങളൊക്കെ എനിക്ക് ഈ അമ്മ വേഷങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. സാധാരണ മലയാളിക്ക് ചേച്ചി പിന്നെ സെറ്റ് കൊണ്ട് കൊടുത്ത് ഇരിക്കുന്ന അമ്മയോടാണ് താല്പര്യം അല്ലേ? അങ്ങനെ ഈ മോഡേൺ വേഷങ്ങൾ ഒരിക്കലും ഈ ശരീരം തേരത്തില്ല. അതെ, ഇത് ചെയ്തത് റോമിയോ എന്ന് പറഞ്ഞ പടത്തിലാണ് നമ്മൾ ചുരിദാറൊക്കെ ഇട്ട് ചെയ്തത്. റോമിയോയിൽ ചെയ്തു. ആഗതൻ, കമൽ സാറിൻ്റെ പടം ഉണ്ടായിരുന്നു, ആഗതനിൽ ചെയ്തു. വേഷം ആദ്യമേ ചോദിക്കും, എന്താ എൻ്റെ വേഷം ഇപ്പം ചോദിക്കും അല്ലേ? മറ്റേ മീഡിയം ടോപ്പ് ഇട്ടതിന് ശേഷം അങ്ങനെയില്ല, എന്നാലും ഞാൻ എന്താന്നുള്ള വെറുതെ നമ്മൾ സാധാരണ ഇതിൽ ചോദിക്കും.